ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആരതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ ആ ഒരു ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് ജാനകി വന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജാനകി അവളുടെ പിടിച്ചു വെച്ച സമയത്ത് അവൾ പറയുന്നുണ്ട്, അമ്മ വിടമ്മ, എനിക്ക് മരിക്കണം. അപ്പോൾ ജാനകി പറയണം, നിന്നോട് ഇറങ്ങാനാണ് പറഞ്ഞത്. അങ്ങനെ മനസ്സോടെയാണ് ആരതി താഴേക്ക് ഇറങ്ങി വരുന്നത്. അവൾ അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ ജാനകി പൊട്ടിക്കരയാണ്. ആരതി, എന്താ മോളെ നീ ചെയ്യുന്നത്? ആരതിയാണെങ്കിൽ ഒന്നും പറയാതെ അമ്മയുടെ കാൽ കീഴിൽ ഇരുന്നിട്ട് കരയുവാണ്. ആരതി ജാനകിയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് കരഞ്ഞു പറയാണ്, അമ്മ, ആകാശ് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അമ്മ. അത് കേട്ട സമയത്ത് ജാനകിയും കരയുവാണ് കൂടെ. എനിക്ക് അവനെ മറക്കാൻ സാധിക്കുന്നില്ല അമ്മ. ആരതി പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ജാനകി മകളെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല അമ്മ. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, ആ ആകാശിനെ എത്ര നാളായിട്ട് നിനക്കറിയാം? അവന് വേണ്ടി ജീവൻ കളയാന്ന് നീ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും കാലം നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? നിന്നെ പെറ്റു വളർത്തിയ എന്നെക്കാളും വലുതാണോ ആ ഒരു പയ്യൻ നിനക്ക്? അവന് വേണ്ടി ജീവൻ കളയുവാണോ നീ? ഇല്ലമ്മ, നിങ്ങൾ എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. എന്നാ ആകാശം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണമ്മ. അത് കേട്ട് ജാനകി കരഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട്, അമ്മ, ഞാനവനെ പ്രണയിച്ചു പോയമ്മ. മകളുടെ ദുരവസ്ഥ കണ്ടപ്പോൾ ജാനകിക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാടി നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് കരയുന്നത്? അയ്യോ ദൈവമേ, ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ജാനകി നെഞ്ചത്തടിച്ച് കരയാണ്. വരുന്ന വെള്ളിയാഴ്ച ആകാശിൻ്റെ കല്യാണമാണമ്മ. എങ്ങനെയെങ്കിലും ആ കല്യാണം നിർത്തിവെച്ച് എന്നെ ആകാശിൻ്റെ കൂടെ ചേർത്ത് വെക്കമ്മ. ആരതി കരഞ്ഞുകൊണ്ട് പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തു പറഞ്ഞ് ആരതി ആശ്വസിപ്പിക്കണം എന്നറിയാതെ ജാനകി വിഷമിക്കുന്നുണ്ടായിരുന്നു. അവരും ആരതിക്കൊപ്പം കരയാണ്. അപ്പോൾ ആരതി അവരെ കാല് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ, പ്ലീസ് അമ്മ, ആകാശിൻ്റെ കൂടെ എന്നെ ചേർത്ത് വെക്കമ്മ, പ്ലീസ് അമ്മ എന്ന് പറഞ്ഞ് രണ്ടുപേരും പൊട്ടി കരയാണ്. അമ്മയ്ക്ക് മകളെയോ മകൾക്ക് അമ്മയോ ആശ്വസിപ്പിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ആരതിയാണെങ്കിൽ അമ്മയുടെ കാല് കെട്ടിപ്പിടിച്ചിട്ടാണ് കരയുന്നത് നിലത്തിരുന്നുകൊണ്ട്. അപ്പോഴാണ് സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ നോക്കുമ്പോൾ അമ്മയും പെങ്ങളും ഇരുന്ന് കരയാണ്. സിദ്ധു അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ അമ്മ കരയുന്നത്? പെട്ടെന്ന് തന്നെ ആരതി കണ്ണുനീരൊക്കെ തുടച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ജാനകി സിദ്ധുവിനോട് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് നിന്റെ സഹോദരി മരിച്ചിട്ടുണ്ടാവുമായിരുന്നു മോനെ. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞ് ജാനകിയും ആരതിയും പൊട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നത്? 2 ദിവസം കഴിഞ്ഞ ആകാശിൻ്റെ കല്യാണമാണെന്ന്. അത് കേട്ടത് മുതൽ ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ വരുന്ന സമയത്ത് ഈ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് താഴേക്ക് മരിക്കാൻ വേണ്ടി പോവുമായിരുന്നു ഇവൾ എന്നും പറഞ്ഞിട്ട് ജാനകി കരയാണ്. അത് കേട്ടപ്പോൾ സിദ്ധു ഇങ്ങനെ ഞെട്ടിയിട്ടാണ് നിൽക്കുന്നത്. സിദ്ധു നോക്കുമ്പോൾ ആരതിയും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ വന്ന് ആരതിയുടെ അടുത്തിരുന്ന് ചോദിക്കുന്നുണ്ട്, ആരതി, എന്താ ആരതി? ആരതി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവിടെ എല്ലാവർക്കും ധൈര്യം പകർന്നു കൊടുക്കുന്ന ആളല്ലേ നീ? അങ്ങനെയുള്ള നീയാണോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോയത്? അപ്പോൾ ആരതി പറയുന്നുണ്ട്, അതെ, ഏറ്റവും അധികം ധൈര്യമുള്ള ആളായിരുന്നു ഞാൻ. എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ധൈര്യം ഉള്ള ആൾ. പക്ഷെ എന്ന് ഞാൻ പ്രണയിക്കാൻ ആരംഭിച്ചോ അന്നു മുതൽ ഞാൻ ധൈര്യമില്ലാത്തൊരുത്തിയായി മാറി. അയ്യോ, എന്നെക്കൊണ്ട് ആകാശിനെ മറക്കാൻ സാധിക്കുന്നില്ല ഏട്ടാ. ആരതി ഏട്ടാ, സത്യമായിട്ടും എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, എന്നാൽ എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. സിദ്ധുവിന് എന്ത് പറഞ്ഞിട്ട് ആരതിയെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. തൻ്റെ കൺമുന്നിലിരുന്നിട്ട് അമ്മയും പെങ്ങളും കരയുന്നത് കണ്ടിട്ട് അവന് സഹിക്കാനാവുന്നില്ല. അപ്പോൾ ആരതി സിദ്ധുവിനോട് പറയുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ആകാശിൻ്റെ കൂടെ ചേർത്ത് വെക്കേട്ടാ എന്നും പറഞ്ഞിട്ടാണ് അവൾ പൊട്ടി കരയുന്നത്. അപ്പോൾ ജാനകി സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സിദ്ധു, ആകാശിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നീ സംസാരിക്കുമോ മോനെ? എന്ത് സംസാരിച്ചിട്ടാണെങ്കിലും ആകാശിനെ കൊണ്ട് ആരതിയുടെ കൂടെ വിവാഹം നടത്തിക്കും മോനെ. ആരതി പ്രതീക്ഷയോടുകൂടി സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ലെങ്കിലും അവൾക്ക് ധൈര്യം പകരാൻ വേണ്ടി സിദ്ധു പറയുന്നുണ്ട്, ശരി അമ്മ, ഞാൻ നാളെ തന്നെ ആകാശിൻ്റെ അച്ഛനോടും അമ്മയോടും പോയി സംസാരിക്കാം. ആരതിക്ക് അത് കേട്ടപ്പോൾ ചെറിയൊരു സമാധാനവും ആശ്വാസം തോന്നുവാണ്. മാത്രമല്ല ജാനകി പറയുന്നുണ്ട്, ആരതി, ഏട്ടൻ പറഞ്ഞില്ലേ നാളെ പോയി ആകാശിൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കും.
നീ ഇപ്പോൾ റൂമിൽ പൊയ്ക്കോ മോളെ പ്ലീസ്. സിദ്ധുവും പറയാണ് ആരതി റൂമിലേക്ക് പോ മോളെ. അമ്മയല്ലേ പറയുന്നത് മോൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോ എന്ന് പറഞ്ഞ സമയത്ത് സിദ്ധാർത്ഥ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് മുറിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് പറയാണ് മോള് റൂമിലേക്ക് ചെല്ല്, ഏട്ടൻ വരാം. തിരിച്ച് ജാനകിയുടെ അടുത്ത് വന്നിട്ട് സിദ്ധു ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത്? സിദ്ധു, നിന്റെ അച്ഛൻ കാരണം എൻ്റെ ജീവിതം നാശമായത് മതി. ആരതിയുടെ ജീവിതം കൂടി നശിക്കാൻ പാടില്ല. അവളെ എങ്ങനെയെങ്കിലും ആ ആകാശിൻ്റെ കൂടെ വിവാഹം കഴിപ്പിക്കുമോനെ. തൻ്റെ അമ്മ യാചനയോടുകൂടി പറയുന്നത് കണ്ട് സിദ്ധാർത്ഥിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ് വേണമെങ്കിൽ പറ മോനെ, ഞാൻ വന്നിട്ട് ആ ആകാശിൻ്റെ അച്ഛൻ്റെ കാൽക്കീഴിൽ വന്നിട്ട് യാചിക്കാം. അമ്മ, സിദ്ധു വിളിക്കുകയാണ്. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് മാറിയാലോ. അമ്മ വരികയൊന്നും വേണ്ട, ഞാൻ തന്നെ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് സമ്മതം വാങ്ങിച്ചോളാം. ആദ്യം അമ്മ സമാധാനത്തോടെ ഇരിക്ക്, വാ അമ്മ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ജാനകി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ജാനകിക്കാണെങ്കിൽ ആരതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവരാകെ തകർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കുന്ന ടൈമാണ്. ആ സമയത്ത് കാണിക്കുന്നത് മനോഹരൻ കിടന്നുറങ്ങുവാണ്. അപ്പോൾ അയാളൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. അപ്പോൾ അവിടെ കുറച്ച് സ്ത്രീകളിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. ആ കൂട്ടത്തിൽ മേഘയും അതുപോലെ മാലതി മുത്തശ്ശി ഉണ്ടായിരുന്നു. അമ്മാ, എല്ലാവരും ധർമ്മം തായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുഷിഞ്ഞ വേഷത്തിലാണുള്ളത്. മേഘയൊക്കെ ആകെ അലങ്കോലായിട്ടാണുള്ളത്. അവരുടെ കയ്യിൽ രണ്ടുപേരുടെ കയ്യിലും ഭിക്ഷ എടുക്കാനുള്ള പൈസ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അവരത് നീട്ടിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മേഘയും അതുപോലെ തന്നെ മാലതി മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുവഴി പോകുന്ന ആൾക്കാർ അവർക്ക് നാണയത്തുട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേഘ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അയ്യോ എൻ്റെ മുത്തശ്ശിയുടെ കയ്യിലൊക്കെ കുഷ്ഠരോഗം വന്നിരിക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വരെ പണമില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പണം തന്ന് സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ മുത്തശ്ശി പറയുന്നുണ്ട്, സാറേ എൻ്റെ കൊച്ചുമോളുടെ ശരീരാകെ കുഷ്ഠരോഗം വന്ന് ബാധിച്ചിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ പോകാൻ പോലും പണമില്ലേ, 5 or 10 തന്ന് സഹായിക്കണം സാറേ, ആരെങ്കിലും പണം തന്ന് സഹായിക്കണേ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനാണേ. അപ്പോഴേക്കും വേറൊരാളും കൂടെ വന്നിട്ട് അയാളും ചില്ലറ പൈസകൾ ഇട്ട് കൊടുക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് മനോഹരൻ അതുവഴി നല്ല അന്തസ്സോടു കൂടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അയാളിങ്ങനെ ഭിക്ഷക്കാർക്കൊക്കെ പണമൊക്കെ കൊടുത്ത് പോകുമ്പോഴാണ് പിന്നിൽ നിന്ന് മേഘയുടെയും മുത്തശ്ശിയുടെയും ശബ്ദം കേൾക്കുന്നത്. സാറേ 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 വല്ലതും തരണേ സാറേ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ശബ്ദം കേട്ടപ്പോൾ മനോഹരൻ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് മാലതി മുത്തശ്ശിയാണ്. ചേച്ചി നിങ്ങളോ? അപ്പോൾ മേഘയും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മേഘയെ കണ്ടപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ്, മേഘ നീയോ? അനിയാ, മാലതി വിളിക്കുന്നുണ്ട്. അതിപ്പോൾ മേഘയെ കണ്ട സമയത്ത് മേഘയും പറയാണ്, അമ്മാവാ. അതെ, ഞങ്ങൾ തന്നെയാ. മുത്തശ്ശി പറഞ്ഞപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി നിങ്ങൾ രണ്ടുപേരും ഈ അവസ്ഥയിലായത്? അപ്പോൾ അവരിങ്ങനെ പിറുവിറുത്തോണ്ട് പറയാണ്, ചെയ്ത തെറ്റുകൾ കുറച്ചോ മറ്റാണോ, അതുകൊണ്ട് ദൈവം ഞങ്ങൾ ഈ അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. അല്ല ചേച്ചി, ഇതെന്താ നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ കുഷ്ഠമൊക്കെ വന്നിരിക്കുന്നത്? അത് കേട്ടപ്പോൾ മേഘയും മുത്തശ്ശിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അത്രമാത്രം ദുഷ്ടത്തരം ഞങ്ങൾ ചെയ്തിട്ടുണ്ടടാ, അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ കുഷ്ഠരോഗത്തെയാണ് തന്നത് എന്നും പറഞ്ഞു അവർ തലതല്ലി കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മേഘ ചോദിക്കുന്നുണ്ട്, അല്ല മാമാ, ഞങ്ങളുടെ കൂടെ ചേർന്നിട്ട് നിങ്ങളും എല്ലാ പാപവും ചെയ്തതല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് മാത്രം കുഷ്ഠരോഗം വരാഞ്ഞത്? അത് കേട്ടപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, എടി ദുഷ്ടേ, ആദ്യം നിന്റെ വായ പൂട്ട്, ഞങ്ങളുടെ കൂടെ ചേർന്നിട്ട് മാമനും പിച്ചയെടുക്ക്, നല്ല വരുമാനം കിട്ടുന്നുണ്ട്. മേഘ പറഞ്ഞത് കേട്ടപ്പോൾ മനോഹരൻ ചുറ്റിലും നോക്കുവാണ്. അതേടാ, നല്ല വരുമാനമുണ്ട്, നീയും വന്ന് ഞങ്ങളുടെ അടുത്തിരിക്കുക. മുത്തശ്ശിയും പറയാണ്, എന്ത് വരുമാനം കിട്ടുന്നുണ്ടെന്നോ? അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അല്ല ചേച്ചി, നിങ്ങൾ രണ്ടുപേരും പിച്ചയെടുക്കുന്നത് ഒരു തൊഴിലാക്കി മാറ്റിയോ? അപ്പോൾ മേഘ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ മാമ, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തുടങ്ങാൻ പറ്റിയ ഒരേ ഒരു ജോലി പിച്ചയെടുക്കൽ മാത്രമാണ്. അത് കേട്ട് മാലതി മുത്തശ്ശിയും ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നുണ്ട്, വാ ഞങ്ങളുടെ അടുത്ത് ഇരിക്കേ വാ. അവരുടെ രണ്ടുപേരുടെ എനർജി കണ്ടിട്ട് മനോഹര നോക്കി നിൽക്കുകയാണ്. അനിയ വാടാ, എൻ്റെ അടുത്ത് ഇരിക്ക്, ഞങ്ങളുടെ അടുത്ത ആളായിട്ട് നീ മാറിക്കോ. പിന്നെ ഇത് വലിയ സിംഹാസനത്തിൻ്റെ പദവിയിലുള്ള ജോലിയല്ലേ, ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് മനോഹരൻ കാല് നീട്ടി തൊഴിക്കാൻ പോവുകയാണ് ചേച്ചിയെയും മേഘയെയും. എന്താ മനോഹര, വാ ഞങ്ങളുടെ കൂടെ ഇരിക്കേ എന്നും പറഞ്ഞിട്ട് ചേച്ചി മനോഹരൻ്റെ കൈ പിടിക്കുകയാണ്. അപ്പോൾ മേഘയും പറയുന്നുണ്ട്, വാ മാമ.
രണ്ടുപേരും ചേർന്നിട്ട് മനോഹരനെ കൈ പിടിച്ചു വലിക്കുകയാണ് അവർക്കൊപ്പം ഇരുന്ന് ഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മനോഹരനാണെങ്കിൽ താല്പര്യമില്ല, എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും കൈ പിടിച്ച് വലിച്ചിട്ട് അവർക്കൊപ്പം ഇരിക്കാൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒന്നും കിട്ടാതെ മേഘ മനോഹരൻ്റെ മുണ്ട് കയറി പിടിക്കുകയാണ്. അപ്പോഴേക്കും മുണ്ട് ഉരിഞ്ഞിട്ടിട്ട് അയാൾ വേഗം ഓടി രക്ഷപ്പെടുന്നുണ്ട്. ആ സമയത്താണ് മനോഹരൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നത്. എൻ്റെ മുണ്ട് വിട് എന്ന് പറഞ്ഞുകൊണ്ട്. ഹൗ, സ്വപ്നമായിരുന്നോ? സത്യമാണെന്ന് കരുതി ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അയാളിങ്ങനെ കിതച്ചുകൊണ്ട് പറയുകയാണ് സ്വയം തന്നെ. അപ്പോൾ അയാളുടെ ശബ്ദം കേട്ടിട്ടാണ് മുത്തശ്ശിയും മേഘയും എഴുന്നേൽക്കുന്നത്. മനോഹരൻ ഇരുന്നിങ്ങനെ സ്വയം സംസാരിക്കുകയാണ്. അയ്യോ, അതിരാവിലെ കണ്ട സ്വപ്നം ഫലിക്കുന്നാണല്ലോ പറയാറുള്ളത്. ഇനിയൊരു പക്ഷേ ചേച്ചിയും മേഘയും കൂടി ക്ഷേത്രത്തിൻ്റെ നടക്കിലിരുന്ന് പിച്ചെടുക്കുമോ? മനോഹര ഷോക്കടിച്ച പോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മനോഹര, എന്താടാ സ്വപ്നം കണ്ടിട്ടാണോ ഇത്രയും ഉറക്കെ ശബ്ദം ഉണ്ടാക്കി എഴുന്നേറ്റത്? അതേ ചേച്ചി, മനോഹരൻ പേടിയോടെ പറയാണ്. അതിരാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുന്നാണ് പറയാറുള്ളത്. അത് കേട്ടപ്പോൾ മനോഹരൻ ഒന്നുകൂടി ഞെട്ടുവാണ്. എന്ത് സ്വപ്നം നീ കണ്ടത്? പറ. അത് വേണ്ട ചേച്ചി, പറയടാ, എന്ത് സ്വപ്നം നീ കണ്ടത്? അപ്പോൾ മനോഹരൻ പറയാതെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ മേഘയും പറയുന്നുണ്ട്, പറ മാമാ. പറയാൻ പറ്റാത്ത എന്ത് സ്വപ്നം അമ്മാവൻ കണ്ടത്? മേഘ, അത് ഞാൻ എങ്ങനെയാ മേഘ എൻ്റെ വായ കൊണ്ട് പറയുക? വേണ്ട മോളെ. അയ്യോ, പറയൂ മാമ. അല്ല, അതിരാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുന്നാണ് മുത്തശ്ശി പറയുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ അതിനു മാത്രം എന്താ കണ്ടത്? പറ മേഘ. നിങ്ങൾ രണ്ടുപേരും നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം. അത് പിന്നെ ഞാൻ നമ്മുടെ പൊന്നിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ നടന്നു പോവുമായിരുന്നു. എന്നിട്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് അപ്പോൾ പിന്നെ കാണിക്കുന്നത് വീണ്ടും അതേ സീൻ റിപ്പീറ്റ് കാണിക്കുകയാണ്. അതായത് അവർ രണ്ടുപേരും ഭിക്ഷ യാചിക്കുമ്പോൾ മനോഹരൻ അതുവഴി പോകുന്നതും ആ ശബ്ദം കേട്ടിട്ട് അവിടെ നിൽക്കുന്നതും മേഘയും മുത്തശ്ശിയായിട്ട് മനോഹരൻ സംസാരിച്ച കാര്യങ്ങൾ അത്രയും മനോഹരൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട സമയത്ത് മേഘയുടെ മുത്തശ്ശിയുടെ മുഖത്തങ്ങോട്ട് ദേഷ്യം എരച്ച് കയറുകയാണ്. മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഓ, അതിരാവിലെ നീ കണ്ട സ്വപ്നം ഞങ്ങൾ രണ്ടുപേരും പിച്ച എടുക്കുന്നതാണല്ലേ? അതേ ചേച്ചി. ഇനി അതിലുള്ള ഏറ്റവും വലിയ ദേഷ്യം പിടിക്കുന്ന കാര്യം എന്താണെന്നറിയോ? എന്താ? നിങ്ങൾ രണ്ടുപേരും പിച്ചെടുക്കുന്നത് പോരാതെ എന്നെ പിച്ചെടുക്കാൻ നിങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി രക്ഷപ്പെടുവാണ്. ഓ, അപ്പോൾ നിങ്ങൾ വന്നില്ലല്ലേ? മേഘയും കളിയാക്കുന്നുണ്ട്. ആ മേഘ, ജസ്റ്റ് മിസ്സായതാ. മനോഹരൻ പറഞ്ഞ സ്വപ്നം മേഘ ഒന്ന് ചിന്തിച്ചു നോക്കുവാണ്. അതായത് മേഘ പിച്ചക്കാരിയുടെ വേഷത്തിൽ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് ഓർത്തപ്പോൾ തന്നെ മേഘയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മുത്തശ്ശിയും ചിന്തിക്കുന്നുണ്ട്, ഭിക്ഷക്കാരിയായിട്ട് ഇരുന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നത്. അത് ഓർത്തപ്പോൾ തന്നെ മുത്തശ്ശിക്കും ദേഷ്യം കയറുകയാണ്. ചേ. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അല്ല ചേച്ചി, അതിരാവിലെ കണ്ട സ്വപ്നം ഫലിക്കുന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് പിച്ച എടുക്കാൻ പോവോ? ഓ, ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് പിച്ച എടുക്കാൻ പോവാം. എന്നിട്ട് ആ കിട്ടുന്ന പണം നിങ്ങൾ വന്ന് വാങ്ങിച്ചിട്ട് ഭക്ഷണം കഴിച്ചോ. മേഘ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി മനോഹരനെ ചെവി പിടിച്ച് തിരുമുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്വപ്നം പോലും നിന്നെക്കൊണ്ട് കാണാൻ സാധിക്കില്ലല്ലേ? നിന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കേണ്ടതാണ് എന്നും പറഞ്ഞ് മനോഹരനെ ഇട്ട് തല്ലുവാണ്. മേഘയെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തല്ല് മുത്തശ്ശി, തല്ലേ. എൻ്റെ കണ്ണു മുന്നിൽ നിന്നെ കാണാൻ പാടില്ല, എഴുന്നേറ്റ് പോടാ. അത് കേട്ടതും മനോഹരൻ എഴുന്നേറ്റ് ഓടുവാണ്. ഭ്രാന്തൻ, ഇവൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മളും അവനെ പോലെ പിച്ച എടുക്കുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടു കാണും. നോക്ക്. മുത്തശ്ശി ഇങ്ങനെ പിറുപിറുക്കുമ്പോൾ മേഘയും പറയുന്നുണ്ട്, അത് ശരിയാണ് മുത്തശ്ശി. അപ്പോൾ മനോഹരൻ പുറത്തുനിന്ന് വിളിച്ചു പറയാണ്, ചേച്ചി, നിങ്ങളായിരുന്നു ഹൈലൈറ്റ്. മിണ്ടരുത്, നിന്നെ ഞാൻ കൊന്നുകളയും. മുത്തശ്ശി അകത്ത് നിന്ന് ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം അവർ മേഘയോട് പറയാണ്, മേഘ, നീ ഒന്നും വിഷമിക്കേണ്ട, അവൻ കണ്ട സ്വപ്നമൊന്നും ഫലിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണെങ്കിലും മുത്തശ്ശിയുടെ മേഘയുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ഭയവും ഇല്ലാതില്ല. സന്ധ്യയായ സമയത്ത് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ആകാശിൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ആരുടെ പേരിലാണ് അർച്ചന എന്ന് ചോദിച്ചപ്പോൾ ആകാശ് രോഹിണി നക്ഷത്രം. അവരുടെ അമ്മ പറയുന്നുണ്ട്. അർച്ചനയ്ക്കുള്ള താലവും പൂക്കളും സ്വാമിക്ക് കൊടുത്തതിന് ശേഷം അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. അർച്ചന കഴിഞ്ഞതിന് ശേഷം സ്വാമി ആ താലം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദനം വെച്ചപ്പോഴാണ് പെട്ടെന്ന് മുന്നിലായിട്ട് സിദ്ധാർത്ഥനെയും ചന്ദ്രികയെയും അവർ കാണുന്നത്. സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ ആകാശിൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. സർ, സിദ്ധു വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ വലിയ താല്പര്യം കൊടുക്കാതെ ഭാര്യയോട് പറയാണ്, വാ പോവാം. സർ, ഒരു നിമിഷം സർ.
നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനും ചന്ദ്രികയും നിങ്ങളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം. എന്ത് കാര്യം? സർ, ഞാൻ വേറെ എന്തിനെക്കുറിച്ച് സംസാരിക്കാനാണ്? എൻ്റെ സഹോദരിയെ ആരതിയെക്കുറിച്ചാണ്. അവളുടെ വിവാഹത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് സംസാരിക്കാനുള്ളൂ. അയാൾ മറുപടി ഒന്നും പറയാത്തപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നിങ്ങൾ വളരെയധികം ധൃതി പിടിച്ച് ആകാശിന് മറ്റൊരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം നടത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ശരിയല്ല സർ. ആകാശിനും ആരതിക്കും ഇതിനു മുമ്പ് തന്നെ നിശ്ചയം കഴിഞ്ഞതാണ്. നിശ്ചയത്തിന് ശേഷം അവർ രണ്ടുപേരും പരസ്പരം വല്ലാതെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കല്യാണം ചെയ്യാൻ പോകുന്നവരാണല്ലോ എന്ന് കരുതിയിട്ട് അവർ രണ്ടുപേരും വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആകാശിൻ്റെ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. അത്രത്തോളം അവരടുത്ത സ്ഥിതിക്ക് അവർ തമ്മിൽ ഇങ്ങനെ അകറ്റുന്നത് വല്ലാത്ത തെറ്റാണ് സർ. സിദ്ധാർത്ഥ് യാചനയോടെയാണ് അയാളോട് പറയുന്നത്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാനല്ല അവരെ പിരിച്ചത്. നിങ്ങളുടെ അച്ഛൻ വേറൊരു സ്ത്രീയുമായിട്ട് വഴിവിട്ട ബന്ധത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ മകളെ ഞാനെങ്ങനെ എൻ്റെ മരുമകളായിട്ട് സ്വീകരിക്കാൻ സാധിക്കും? ഇനി ഒരുപക്ഷെ ഞാൻ സ്വീകരിച്ചാലും എൻ്റെ കുടുംബക്കാരൊക്കെ അത് സ്വീകരിക്കില്ല. മാത്രമല്ല അവരൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ആകാശിന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് വിവാഹം നടത്താൻ തീരുമാനിച്ചത്. സർ, നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണുമായിട്ട് വിവാഹം ചെയ്യാൻ ആകാശിന് ഒട്ടും താല്പര്യമില്ല സർ. അതിന് അയാൾ മറുപടിയൊന്നും പറയുന്നില്ല. അപ്പം സിദ്ധു ചോദിക്കുന്നുണ്ട്, അത്രത്തോളം താല്പര്യമില്ലാത്തൊരു കല്യാണത്തിന് എന്തിനാ സർ ആകാശ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ആകാശ് പ്രണയിക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് ആരതിയുടെ കൂടെ അവനെ ചേർത്ത് വെച്ചൂടെ? അങ്ങനെ ചെയ്ത അവരുടെ രണ്ടുപേരുടെയും ജീവിതം വളരെയധികം സന്തോഷമുള്ളതായിരിക്കും. ചന്ദ്രികയും തലയാട്ടി പറയാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് അഡ്വൈസ് ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ അച്ഛന് പോയിട്ട് ഉപദേശം കൊടുക്കൂ. നിങ്ങളുടെ അച്ഛൻ ഇപ്പോഴും ജ്യോതി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കൂടെയല്ലേ താമസിക്കുന്നത്. ആദ്യം പോയി അദ്ദേഹത്തെ നേർവഴിയിലേക്കാക്കാൻ നോക്കൂ. അപ്പോൾ കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് എൻ്റെ പെങ്ങളെ ശിക്ഷിക്കരുത് സർ. പ്ലീസ് സർ, അവൾ ഒരു പാപവും ചെയ്തിട്ടില്ല സർ. സിദ്ധാർത്ഥ് കൈകൂപ്പിക്കൊണ്ട് പറയുന്നത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്കും അതുപോലെ ആകാശിൻ്റെ അമ്മയ്ക്കും വല്ലാത്ത സങ്കടമാവുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.